ഹായ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നുകൊണ്ടല്ല, എന്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും, എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞയച്ചത്? ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാലോ, പൈസക്ക് വേണ്ടിയിട്ടല്ലേ. ഹായ് ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് കണ്ടന്റ് ഇങ്ങനെ വൈറലായിക്കൊണ്ട് നിൽക്കുമ്പം കണ്ടസ്റ്റന്റിന്റെ ഫാമിലിക്കാരുടെ റിയാക്ഷൻ വീഡിയോസും ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് ഞാൻ കാണാനിടയായത് നമ്മുടെ റെന ഫാത്തിമയുടെ ഉമ്മാന്റെ ഒരു വീഡിയോ ആണ്. അത് അവരുടെ പേജിൽ വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഉമ്മ സ്വന്തം മോളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യം തന്നെ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് കരുതി നാട്ടിലുള്ള എല്ലാവർക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാവണമെന്നില്ല. നമ്മളെപ്പോഴും നമ്മളുടെ മോളുടെ ശരികളെ വെച്ചാണ് പോവുക. നമ്മളുടെ മോളുടെ തെറ്റുകൾ മാറ്റാനാണ് ശ്രമിക്കുക. കാരണം നമുക്ക് നമ്മുടെ മോളാണ്. ഈ ഇമോഷൻ ചിലപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ടാവണമെന്നില്ല. അവരെ സംബന്ധിച്ച് റെന ഫാത്തിമ എന്ന് പറയുന്നത് ഒരു സാധാരണ കണ്ടസ്റ്റൻറ്റ്, വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പം റെന ഫാത്തിമ അതിൽ എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരത് കാണും, നോട്ട് ചെയ്യും, പറയും, ഇത്രയും. പക്ഷെ ഒരു ഉമ്മാൻ്റെ ഇമോഷൻ മനസ്സിലാക്കുന്ന ഉമ്മ മോൾ എങ്ങനെയൊക്കെയാണ് ന്യായീകരിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നുകൊണ്ടല്ല, എന്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും, എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞയച്ചത്? ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാലോ, പൈസക്ക് വേണ്ടിയിട്ടല്ലേ. പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ, പൈസ ഒരു മനുഷ്യന് ജീവിക്കണം, ക്യാഷ് വേണം. ക്യാഷ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റൂല. പൈസ ഉണ്ടെങ്കിലേ ഇന്നത്തെ സമൂഹത്തിന് വിലയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ പോയിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ എന്റെ മോള് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കും. ആദ്യത്തെ ഒരു കാര്യം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ 7ാമത്തെ സീസണാണ്. ആദ്യത്തെ 6 സീസൺ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നെഗറ്റീവ് വരും. ഈ നെഗറ്റീവ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ബിഗ് ബോസിൽ പോയാൽ മതി. എത്ര ഡീസൻ്റായി നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴോ നെഗറ്റീവ് ക്രിറ്റിസിസം കേൾക്കും. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ബിഗ് ബോസിൽ പോകാൻ ശ്രമിക്കുക. അത് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം മക്കളെ ബിഗ് ബോസിലോട്ട് വിടാൻ നിൽക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്ന് കരുതി റെന ഫാത്തിമയുമായി റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ മുഴുവൻ വായ അടയ്ക്കണമെന്നില്ല. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് റെന ഫാത്തിമ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ വളരെ ഇറിറ്റേറ്റിംഗ് ആയ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഒരു ഗ്രൂപ്പ് പ്ലേയും ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അക്ബറിൻ്റെയും അപ്പാനീൻ്റെയും ഗ്രൂപ്പിൽ നിൽക്കുമ്പം റെന ഫാത്തിമ ഭയങ്കര ഹൈപ്പിലാണ്. അനുമോളിയൊക്കെ തിരിച്ച് ചൊറിയുന്നത് കാണണം. എൻ്റെ അമ്മോ, ഇത്രയ്ക്ക് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടീനെ കാണാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ നൂറ എന്ന് പറയുന്ന ഒരു ഒറ്റ പെൺകുട്ടി വിചാരിച്ചപ്പം ഈ റെന ഫാത്തിമേനെ അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനോ അല്ലെ ഗെയിം കളിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിലെ വ്യക്തിനെ ഇറിറ്റേറ്റ് ചെയ്യാണ്ട് കളിക്കാനോ നിങ്ങളുടെ മൂക്ക് അറിയില്ല. ഈ ഇറിറ്റേഷനും ഈ സൗണ്ട് അലക്കലും മാത്രമാണ് നിങ്ങളുടെ മൂക്ക് വരുന്ന ഏറ്റവും വലിയ നെഗറ്റീവ്. ഇനി അതെന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ അത് പറഞ്ഞു തന്നെ. ഞാൻ അതല്ല ചോദിക്കുന്നത്, ഇത്രമാത്രം വെറുക്കാൻ എന്റെ മോള് ബിഗ് ബോസ് ഹൗസിൽ എന്ത് തെറ്റാ ചെയ്യുന്നത്? എന്ത് തെറ്റാ വിളിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? റെന ഫാത്തിമ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ ചെയ്യുന്ന തെറ്റ് എന്താന്ന് വെച്ചാൽ, ഒന്ന് ഗ്രൂപ്പിസം കളി. പേഴ്സണൽ റിവെഞ്ച് ഇല്ലെങ്കിലും ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് പ്രകാരം ഓപ്പോസിറ്റുള്ള വ്യക്തിനെ ഇറിറ്റേറ്റ് ചെയ്യുക. മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പുറകെ നടക്കുക. ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ പറഞ്ഞ് പ്രോഗ്രാം കാണുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കും ഏറ്റവും വലിയൊരു സൗണ്ട് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് ബേസിക്കലി റെന ഫാത്തിമ. ആളുടെ ഒരു ഇഷ്യൂവിന് വേണ്ടി എപ്പോഴാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്? ബാക്കിയുള്ളവരുടെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റിലെ വ്യക്തിൻ്റെ അടുത്ത് എന്ത് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത്? റെസ്പെക്റ്റ് കുറവാണ്. റെസ്പെക്റ്റിലുള്ളൊരു പെരുമാറ്റമൊന്നും ഞാൻ ബേസിക്കലി റെന ഫാത്തിമേൻ്റെ സൈഡിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ കാണിക്കുന്നത്, എന്തൊക്കെയാ കൗണ്ടർ പറയുന്നത്, എന്തൊക്കെയാ പറയുന്നതെന്ന് ആൾക്ക് തന്നെ അറിയില്ല. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ട്രോൾ വീഡിയോ കാണിച്ചാണ്. പട്ടിക്കും അനുമോളുടെ അതേ മുഖച്ചായം അല്ലേ? അടുക്കള ഫുള്ള് ഇപ്പൊ അനുമോളതാ. നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി. അങ്ങ് മേലാണ് ഈ പണി എടുക്ക. ഉമ്മ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ അനുമോളുടെ ഒരു ഇൻസിഡന്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ റെന ഫാത്തിമ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിൽ ഹെയ്റ്റ് തോന്നിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇത് തന്നെയാണ്. മുഖത്ത് നോക്കി പട്ടി എന്നാണ് വിളിച്ച് കമ്പയർ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്, എന്ത് ഇഷ്യൂ ഉണ്ടായിട്ട് വേണ്ടിയിട്ട് അവരുടെ കൂടെ നിന്ന് സ്റ്റാൻഡ് കളിച്ചിട്ട്. കിച്ചൺ ഡ്യൂട്ടിക്ക് ഓൾറെഡി ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പോയി കിച്ചൺ ഡ്യൂട്ടി ചെയ്തോളും. മനഃപൂർവ്വം അനുവിനെ ചൊറിയാൻ വേണ്ടി ഒരു കരുവാക്കി കളിക്കേണ്ട ആവശ്യമില്ല.
നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ മോക്ക് പുറത്ത് നിന്നിട്ടുണ്ടെങ്കിലും നന്നായി പൈസ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ്, സമ്മതിച്ചു, പുറത്തു നിന്നുണ്ടാക്കട്ടെ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കയറുന്നത് ഇനി അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കണം. ഇത് തന്നെ നിങ്ങളുടെ മോളുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. പൂമാന്റെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കിട്ടിയല്ലോ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, റെസ്പെക്ട് ഇല്ല, തെറിയാ നിങ്ങളെ മോള് വിളിക്കുന്നത്, വളർത്തുദോഷം, ബാപ്പനും ഉമ്മയും പറഞ്ഞാൽ മതി, എല്ലാവർക്കും ഉള്ളതാണ്. സ്വന്തം മക്കൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിടാ അവരെ ബാപ്പനും ഉമ്മയും, വളർത്തുദോഷം അത് ഇത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ വളർത്തുദോഷം ഈ ബാപ്പയും ഉമ്മയും വളർത്തിയ ഉമ്മയും അതേമാതിരി തെറ്റ് ചെയ്തിട്ടാണോ ഇവരും ഇതുപോലെ ആവുന്നത്? തെറി, റെസ്പെക്റ്റ് ഇല്ല എന്ന് പറയുന്ന രണ്ട് സാധനം നേരത്തെ തൊറ്റ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ പട്ടി എന്ന് പറയുന്നതും ഒരു തെറി തന്നെയാണ്. ഒരാളെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിക്കുന്ന ഒരു തെറി തന്നെയാണ്. രണ്ട് വലിയ തെറികൾ വിളിച്ചാൽ മാത്രം അത് തെറിയാന്നും ചെറിയ തെറികൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറിയല്ല എന്നൊരർത്ഥമില്ല. കാരണം ഈ വീഡിയോയിൽ എവിടെയോ പറയുന്നുണ്ട് ഇതിലും വലിയ തെറികൾ വിളിക്കണം, ഇതിലും വലിയ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ മക്കൾ നല്ലത് ചെയ്താൽ അച്ഛനും അമ്മയും ക്രെഡിറ്റ് എടുക്കുന്നത് പോലെ തന്നെ മക്കൾ മോശം ചെയ്തിട്ടുണ്ടെങ്കിലും അച്ഛനും അമ്മയും ക്രെഡിറ്റ് എടുക്കണം. ഈ വളർത്തുദോഷം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു തന്ത വൈബും തള്ള വൈബും ഒക്കെ ആയിട്ട് പേഴ്സണലി ഫീൽ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ മറ്റൊരാളോട് പെരുമാറുന്ന, നമ്മളോടൊരു വ്യക്തി പെരുമാറുന്ന, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്നീ പറയുന്ന സാധനങ്ങൾക്കൊക്കെ നമ്മുടെ ഫാമിലി വലിയൊരു ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻസ്. ഞാനിപ്പോൾ ജനിച്ച് വളരുന്ന ഒരു ടൈം തൊട്ടിട്ട് ഞാൻ കാണുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ ഒരാൾ വരുമ്പോൾ കൊടുക്കുക. നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗിക്കാത്ത സാധനമാണെങ്കിൽ വെറുതെ അലമാരയിൽ എടുത്ത് വെക്കരുത്. ആർക്കൊക്കെയാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മളത് അവർക്ക് കൊടുത്തു വെക്കുക. ഇതൊരു ക്വാളിറ്റിയാണ് ഞാൻ എൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കര റെസ്പെക്റ്റ് ആൾക്ക്. ഭയങ്കര റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റെസ്പെക്റ്റ്. അത് മൂത്ത ഏജിലുള്ള ആൾക്കാരാണെങ്കിൽ ആരാണെങ്കിലും എന്ത് കാര്യത്തിനും ഹെൽപ്പായിട്ട് കൂടെ നിൽക്കുക, കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ ഫാദറിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ് പേഷ്യൻസ് വിൻസ്, ക്ഷമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഈ ഫാമിലിയിൽ വളരുന്നത് കൊണ്ട് ഞാൻ പഠിക്കുന്നതാണ് എന്ന് കരുതി ഇവർക്ക് മൂന്നാൾക്കുള്ള ആ ക്വാളിറ്റി ഫുള്ള് ഞാൻ എന്നിലുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല, 100% ഉണ്ട് എന്നല്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ, ഏതെങ്കിലുമൊക്കെ ഒരു സെക്കൻഡിൽ ഈ ഒരു സാധനം എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സാധനം ഞാൻ പഠിക്കുന്നത് ഞാൻ ഈ ഫാമിലിയിൽ കൂടെ വളർന്നു വരുന്നതാണ്. അല്ല എനിക്കിതൊന്നും പഠിപ്പിക്കാണ്ട് എനിക്ക് തോന്നിയ പോലെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പം വളർത്തുദോഷം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ എനിക്കറിയാത്തൊരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് എനിക്ക് അറിയാത്ത ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് എന്നെക്കൊണ്ട് പേഴ്സണലി അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഇൻ കേസ് അറിയാണ്ട് എൻ്റെ വായന്ന് വിളിച്ചു പോയാലും ആ ഒരു സെക്കൻഡിൽ ഞാൻ ചെന്ന് ആ സോറി പറഞ്ഞ് ഞാൻ ആ വിഷയം വിടും. ഇവിടെ ഇവരിങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കരുതി ഇതായിരിക്കും വീട്ടിലെ സംസ്കാരം എന്നുള്ളത്. അത് പൊതുവെ അങ്ങനെയാണ്. നിങ്ങളെങ്ങനെയാണെന്നുള്ളത് അറിയില്ല, നിങ്ങളുടെ മോള് വെച്ച് പറഞ്ഞു എന്നേയുള്ളൂ. അച്ഛനെ കയറി ഇടാന്ന് വിളിക്കൂ, അച്ഛനെ കയറി ഇടാന്നല്ല വിളിക്കാം. അച്ഛൻ ഇങ്ങോട്ട് കയറി പോടാന്ന് വിളിക്കുകയാണെങ്കിൽ തിരിച്ച് ഏടാന്ന് വിളിക്കാനുള്ള അവകാശം ഉണ്ട്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് തന്ന എനർജിയാണ് ഞാൻ തിരിച്ചു കൊടുത്തത്. എനിക്ക് പേഴ്സണലി ഇതെന്ത് സംസ്കാരമാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അച്ഛൻ ഇങ്ങോട്ട് കയറി പൊടിയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ കയറി ഇടാന്ന് വിളിക്കും. എങ്ങനെ നമുക്ക് സാധിക്കും, എങ്ങനെ വിളിക്കാൻ സാധിക്കും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഈ റെണേനേക്കാളും ഒരു 5-6 വയസ്സ് മൂത്തതാണ്. ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ എൻ്റെ അച്ഛനെ കയറി ഇടാന്നൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് ചീത്ത പറയുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് അച്ഛൻ്റെ തോർത്തെടുത്തിട്ട് നനച്ചിട്ട് ഞാൻ മൂലയ്ക്ക് ഇടുമ്പോഴാണ്. ചീത്ത പറയുന്ന സമയത്ത് തന്നെ അച്ഛൻ അതാക്കി, എനിക്കറിയില്ല. ഇതൊക്കെ എനിക്കറിയില്ല. ഇനിയിപ്പോൾ 20s കിഡിൻ്റെ ഐഡിയോളജി ആണോ ഇതെന്ന് എനിക്കറിയില്ല. നമ്മൾ പവർ 90s ആണ്. ചോദ്യം ചോദിക്കട്ടെ, പിന്നെ നിങ്ങൾ പറയുന്ന വളർത്തുദോഷം, എന്റെ മോക്ക് ഒരു വളർത്തുദോഷവും ഇല്ല, നല്ലപോലെ വളർന്ന മോൾ തന്നെയാണ്. പിന്നെ ഞാൻ എന്താ ഇതിനൊക്കെ പറയണ്ട ഉമ്മ ഇതൊക്കെ കാണുന്നില്ലേ? ഉമ്മ ഈ ഒറ്റ വീഡിയോ എടുത്ത് കാണുമ്പോൾ എൻ്റെ എല്ലാ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ട്. പിന്നെ റെസ്പെക്ട് എന്ന് പറ, നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവൾ 19 വയസ്സാ, അവളെ ഏജാണ് നിങ്ങൾ ഓരോരുത്തരും ജലസാക്കുന്നത്. അവളെ ഏജ് പേര് അവൾക്ക് നല്ല കമന്റ് തന്നെ ഇടുന്നത്, നല്ല തന്നെ പറയും. എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ വെറുക്കാൻ മാത്രം എന്റെ മോളെ എന്ത് തെറ്റാ ബിഗ് ബോസിൽ കാണിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൾ എന്ത് തെറിയാ വിളിക്കുന്നത്? പോടി പട്ടീന്നോ? ആദ്യത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ അറിയോ? ഞങ്ങൾക്ക് നിങ്ങളുടെ മോളോട് ജലസൊന്നുമില്ല. ഈ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി അതിൽ പോകുന്നതിൽ നമുക്ക് അഭിമാനമാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഒരാൾ ഇങ്ങനെ ഒരു നിലയിലെത്തിയല്ലോ എന്ന് ആലോചിച്ച്.
എന്തിനാണ് ജലസ്? ഞാനിനി എത്ര ജലസ് അടിച്ചാലും എനിക്ക് റെന ഫാത്തിമേനെ പോലെ പെരുമാറാൻ പറ്റില്ല. ഞാനിനി ബിഗ് ബോസിൽ പോവുകയാണെങ്കിലും എനിക്കിങ്ങനെ പെരുമാറണം, ഇങ്ങനെ ആറ്റിറ്റ്യൂഡല്ല. ഞാൻ ഇങ്ങനെയാണ്, എന്നെക്കൊണ്ട് ഇത് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോവരുത്. ഇപ്പം എന്നെ ഒരാൾ ബിഗ് ബോസിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി പോവില്ല. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ എനിക്ക് എൻ്റെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അതൊരു TV ഷോയിൽ വന്നിട്ട് നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇടുന്ന സമയത്താണെങ്കിലും എൻ്റെ പോസിറ്റീവ്, എൻ്റെ ആശയങ്ങൾ, എൻ്റെ ആദർശങ്ങൾ, ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് ഇതിൽ ഓപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് വിയേർഡായിട്ടോ എനിക്ക് നെഗറ്റീവായിട്ടോ എനിക്ക് പല സ്വഭാവങ്ങളുണ്ടാവും. അതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് എനിക്കറിയാത്ത, എനിക്ക് കാണാത്ത ആൾക്കാരെ മുമ്പിൽ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നിങ്ങളുടെ മോക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, അത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവൾ വളരെ പെർഫെക്റ്റ് കുട്ടിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോട്ടെ. അതിൽ ഇംപെർഫെക്ഷൻ തോന്നുമ്പോൾ ഓഫ്കോഴ്സ് ആൾക്കാർ വരും, സംസാരിക്കും. ഓരോരുത്തരിൽ അതിൽ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും ഇതില്ലേ, ഒരു ഉത്തരവില്ലേ? പിന്നെ അവള് ഇവിടേക്ക് എത്തുമ്പോഴായിരിക്കും ഇത്രയും നെഗറ്റീവ്. ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല, തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു പറയില്ല, എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അവളത്. പക്ഷെ നിങ്ങൾ എല്ലാരും മോളെ ഇത് പഠിപ്പിച്ചിട്ടില്ല, മോളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെ? ഞാൻ ചോദിച്ചു എന്താണ് എല്ലാരും മക്കളമാരി തന്നെയാണ് എന്റെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. നെഗറ്റീവ് വരും. ബിഗ് ബോസ് റിയാലിറ്റി ഷോയാ. നിങ്ങളുടെ മോൾക്ക് മാത്രമല്ല നെഗറ്റീവ്. അനീഷിന് എത്ര നെഗറ്റീവ് ഉണ്ട്, അനുമോളിന് എത്ര നെഗറ്റീവ് ഉണ്ട്, ജിസേലിന് എത്ര നെഗറ്റീവ് ഉണ്ട്, ആര്യൻ എത്ര നെഗറ്റീവ് ഉണ്ട്. എന്തിനാ എത്ര രോക്ഷാകുലയാവുന്നത്? ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ ഇതൊക്കെ കേൾക്കും. നിങ്ങളുടെ മോളെ നന്നായിട്ടാണ് പഠിപ്പിച്ചത്. അവൾ ബിഗ് ബോസിൽ കാണിക്കുന്നത് എല്ലാം ശരിയാണ്. അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നല്ല റെസ്പെക്റ്റുള്ള, നല്ല ആറ്റിറ്റ്യൂഡുള്ള, നല്ല പെരുമാറ്റമുള്ളൊരു മോളാണ് നിങ്ങളുടെ മോളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ ഉമ്മ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്? വേറെ എന്തൊക്കെ കുഞ്ഞു അനിയത്തിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആ ചാനലും കൊണ്ടുപോയപ്പോരെ? നിങ്ങൾക്കും എവിടേക്കൊക്കെയോ ഒരു മിസ്റ്റേക്ക് തോന്നിയതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ്, ആ ഹെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഇട്ടതാണെന്ന് ഞാൻ പറഞ്ഞാൽ അല്ലാന്ന് പറയാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയിൽ വന്ന് ക്ലാരിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്ന സ്വഭാവം നിങ്ങൾ എന്ന് നിർത്തുന്നോ, നിങ്ങളല്ല ഈ ചെയ്യുന്ന ആൾക്കാർ എന്ന് നിർത്തുന്നോ അന്നേ മാറ്റമുണ്ടോ. റെന ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തി പണ്ട് കാണിച്ച ആ ഒരു ഇറിറ്റേഷൻ സ്വഭാവം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ഒതുങ്ങി ആണ് പോകുന്നത്. കാരണം ബാക്കി വൈൽഡ് കാർഡ് ടീമും എല്ലാ ടീമും കൂടെ സ്ട്രോങ് ആയതോടുകൂടി എല്ലാം ഒന്ന് തീർന്നു പോയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൻ്റെ ഇടയിൽ ഉമ്മ കയറി ഇത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, ആർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മോൾ എന്താണെന്നറിയാം. മോൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവ് തോന്നുന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പർപ്പസ് ഓഫ് സേയിങ് ദിസ്. നിങ്ങളിത് പറഞ്ഞു എന്ന് കരുതി ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആൾക്കാർ വായടയ്ക്കാനും പോകുന്നില്ല. ഓക്കെ, സോ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.